സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM സ്വാഗതം. അപ്പോൾ പരിശുദ്ധമായ റമളാൻ മാസം ഇന്ന് സൗദി അറേബ്യയിൽ തുടങ്ങുകയാണ്. സൗദി അറേബ്യയിൽ മാത്രമല്ല, ബാക്കിയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലും അയൽ രാജ്യങ്ങളിലുമെല്ലാം, മുസ്ലിം രാജ്യങ്ങളിലുമെല്ലാം ഇന്നാണ് റമളാൻ വ്രതം ആരംഭിക്കുന്നത്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ എല്ലാത്തരം വിട്ടുവീഴ്ചകളും പരസ്പരം സ്നേഹവും ആത്മാർത്ഥതയും പരസ്പര സഹകരണവും നിലനിർത്തി എല്ലാവരും എല്ലാ സമുദായങ്ങളോടും നിലനിർത്തി കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുപ്പും വിദ്വേഷവും മനസ്സിൽ നിന്ന് എല്ലാവരും കളയണം. സ്നേഹവും സന്തോഷവും പരസ്പര സഹായവും എല്ലാവരും സഹകരണവും സൗഹാർദ്ദവും എല്ലാവരും നിലനിർത്തണം. ആളുകളുമായിട്ട് അനാവശ്യമായ ചർച്ചകൾക്ക് പോകാതെ സന്തോഷമായി എല്ലാവരോടും നല്ല വാക്ക് പറഞ്ഞ് പരിശുദ്ധമായ ഈ റമളാൻ മാസത്തെ പുണ്യമാസമാണ് റമളാൻ മാസം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് ഇന്ന് വിലയിരുത്തിയിരിക്കുന്നത് റമളാൻ വ്രതം എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റുള്ള സമുദായങ്ങളെക്കാളിൽ നിന്ന് വ്യത്യസ്തമായതാണ് മുസ്ലിങ്ങളുടെ റമളാൻ വ്രതം എന്ന് പറയുന്നത്. അതായത് പച്ചവെള്ളം പോലും കുടിക്കാതെയാണ്. ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം വെള്ളം കുടിക്കാം, ആഹാരം കഴിച്ചുകൂടാ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ എന്ന് പറയുന്ന ഒരു യൂണിഫോമിറ്റി ഉള്ളതാണ്. അപ്പോൾ ആ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അത് ഏത് വർഗമായതായിരുന്നാലും ശരി, ഏത് നിറമായാലും ശരി, ഏത് രാജ്യമായിരുന്നാലും ശരി, ഏഷ്യയാവട്ടെ, ആഫ്രിക്കയാവട്ടെ, യൂറോപ്പിനാവട്ടെ, അമേരിക്കനാവട്ടെ, എവിടെയും ഒരേ സിസ്റ്റമാണ് ഇസ്ലാമിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോമിറ്റി ലോകത്തുള്ള ഏക മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഞാൻ ഇസ്ലാമിനെ പുകഴ്ത്തുകയോ അല്ലെങ്കിൽ വേറുള്ള സമുദായങ്ങളെ ഇകഴ്ത്തുകയോ അല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ള സമുദായക്കാർ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് നിങ്ങൾ നോക്കണം അവിടെ എന്താണ് നടക്കുന്നത്. കാരണം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നത് പള്ളികളിൽ വേറെന്തൊക്കെയോ അവർ സംഘടിപ്പിക്കുകയാണ്. വെറുപ്പും വിദ്വേഷവും അക്രമവും പ്രോത്സാഹിപ്പിക്കാനുള്ള അജണ്ടകളാണ് അവിടെ ചർച്ച ചെയ്യുന്നത് എന്നൊക്കെയാണ്. നിങ്ങൾ പോയി നോക്കണം. ഒരു തുള്ളി വെള്ളം വീണാൽ പോലും ആ സൗണ്ട് പുറത്തു വരും. ആ രീതിയിലുള്ള സൈലൻ്റാണ് നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ നമസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് എല്ലാ സമുദായങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ സമുദായങ്ങളിലും ഈ വ്രതാനുഷ്ഠാനവും ഉണ്ട്. പല രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വ്രതാനുഷ്ഠാനം എല്ലാ സമുദായങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും യഹൂദനും സിഖുകാരനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും മുസ്ലിമിനും ഒക്കെ പ്രത്യേകമായ ദൈവങ്ങളില്ല. ഒരൊറ്റ ദൈവമേ. ദൈവം ഒന്നേ ഉള്ളൂ, സൃഷ്ടികർത്താവ്. നമ്മളെ ആരാണ് സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്നത്? ഈ ആകാശവും ഭൂമികളും ആകാശങ്ങളും ഭൂമികളും ഈ കടലും കരയും ഇവിടെയുള്ള സർവ്വജീവജാലങ്ങളും, അങ്ങനെ തന്നെ പറഞ്ഞു, മനുഷ്യരും മൃഗങ്ങളും അടക്കമുള്ള പക്ഷികളും അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്ന സൃഷ്ടികർത്താവാരാണ്? അതാണ് ദൈവം. ഞങ്ങൾ അല്ലാഹു എന്ന് പറയും, വേറൊരുത്തൻ യഹോവ എന്ന് പറയും, മറ്റൊരു വേറെ എന്തെങ്കിലുമൊക്കെ പേരുകളിൽ അറിയപ്പെടും. പക്ഷേ ദൈവം എന്ന് പറയുന്നത്, അല്ലാഹു എന്ന് പറയുന്നത്, അറബിൽ ദൈവത്തിന് അല്ലാഹു എന്ന് പറയും. അപ്പോൾ ഒരാളെ ഉള്ളൂ. അപ്പോൾ ദൈവങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങളുണ്ടാവും. ഒരാൾ പറയും ഇന്ന് സൂര്യൻ അവിടെ ഉദിക്കണ്ട, പടിഞ്ഞാറ് ഉദിച്ചാൽ മതി, കിഴക്ക് അസ്തമിക്കണ്ട എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളാവും. അപ്പോൾ അതുകൊണ്ട് ദൈവം എന്ന് പറയുന്നത്, സൃഷ്ടാവെന്ന് പറയുന്ന ഒരൊറ്റ ആളെ ഉള്ളൂ. അത് ഏതാണെന്നുള്ള സത്യം കണ്ടുപിടിക്കാൻ മനുഷ്യർ പരിശ്രമിക്കട്ടെ. അവനവൻ്റെ ബുദ്ധിയും യുക്തിയും അനുസരിച്ച്. ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നത് അറിയാമല്ല, അവന്മാർ പറയുന്ന പൊട്ടത്തരം നമ്മളെല്ലാം കേൾക്കുന്നതാണ്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഖുർആനിൽ പറയുന്നത് മണ്ണിൽ നിന്ന്, മടക്കമെന്ന് പറയുന്നതും മണ്ണിലേക്കാണ്. ഇപ്പോൾ ചില ആളുകൾ ചുടുന്നുണ്ട് മരിച്ച് പോയതിന് ശേഷം. ആ ചുട്ടുപോയാലും ആ പൗഡർ എങ്ങോട്ടാണ് പോകുന്നത്? ഭൂമിയിലോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ കടലിലോട്ടാണ് പോകുന്നത്. എന്തായാലും ശരി, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു മണ്ണിലേക്ക് തന്നെയാണ്. അതായത് അതുകൊണ്ടാണ് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ അടുത്ത് നിന്നാണ് നിങ്ങൾ പോയത്, നിങ്ങൾ എന്നിലേക്ക് തന്നെയാണ് മടക്കം.
അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. മനുഷ്യനെ ആദ്യം ആ, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതിനുശേഷം വെറും ഒരു തുള്ളി ജലത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആ ഒരു തുള്ളി ജലത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യനുണ്ടാകുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കണം. ചിന്തിച്ചാൽ ഇതിനൊന്നും നമുക്ക് ഒരു മറുപടി കിട്ടില്ല. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെയാണ് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ മാനവ ചരിത്രമായിരുന്നാലും ഈ ഭൂമിയും ആകാശത്തിൻ്റെയും അവസാനം എന്തൊക്കെയാണെന്ന് നോക്കുക. പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു വേദഗ്രന്ഥം ഖുർആനാണ്. നിങ്ങൾക്ക് ഏത് വേദഗ്രന്ഥവും എടുത്ത് പരിശോധിക്കാം. എല്ലാത്തിൻ്റെയും തർജ്ജമ കിട്ടും. ഏതെല്ലാം ഭാഷകൾ, ഇംഗ്ലീഷിൽ കിട്ടും, മലയാളത്തിൽ കിട്ടും, എല്ലാത്തിലും കിട്ടും. അപ്പോൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്രയും വ്യക്തമായി മനുഷ്യൻ്റെ മാത്രമല്ല, ഭൂമിയുടെയും ആകാശങ്ങളുടെയും എല്ലാം, മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും എല്ലാം അസ്തിത്വം തുടങ്ങുന്നത് എവിടെയാണെന്ന്, എങ്ങനെയാണ് അവസാനിക്കുന്നതെന്ന്, എങ്ങനെയാണ് ഇതിൻ്റെ പര്യവസാനമെന്ന് മനുഷ്യൻ്റെ ജീവചരിത്രം കംപ്ലീറ്റ് ഖുർആനിലുണ്ട്. അത് ഏതെങ്കിലും ഭാഷയിൽ കിട്ടുന്നത് എടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കുന്നതാണ്. എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കാം, ഒരു കുഴപ്പമില്ല. അറിവെന്ന് പറയുന്നത് വർദ്ധിപ്പിക്കണം മനുഷ്യൻ. ആ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഖുർആനിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, യഹൂദന്മാരുടെ തോറയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ചില പൊട്ടന്മാർ പറയും പഴയ മതം എന്ന് പറയുന്ന യഹൂദമതം പഴയ മതമാണെന്ന്. വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത നിരീശ്വരവാദിയാണ് പറയുന്നത്. അപ്പോൾ അവന്മാർ പറയുന്ന കൂട്ടണ്ട. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പുരാതന മതം എന്ന് പറയുന്നത് ഇസ്ലാം മതമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാവുന്നത്. അതിനെ പുനരുജ്ജീവിപ്പിക്കുകയാണ് മുഹമ്മദ് എന്ന് പറയുന്ന അവസാനത്തെ പ്രവാചകൻ. പ്രവാചകന്മാരുടെ ഒരു പരമ്പര തന്നെയാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നതിനെ പറ്റി, യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ മാതാവിനെയും പറ്റി ഇത്രയും ബഹുമാനിച്ച ഒരു സ്ത്രീയെ ലോക ചരിത്രത്തിൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അത് മറിയമിൻ്റെ പുത്രൻ ഈസ. എന്തുകൊണ്ടാണ് മറിയമിൻ്റെ പുത്രൻ? ഈസബിന് മറിയം എന്നാണ് പറയുന്നത്. അതായത് മകൻ ഈസ എന്ന് പറയുന്ന മറിയമിൻ്റെ പുത്രനാണ്. അതായത് വാപ്പയില്ല, അതായത് പിതാവില്ലാത്ത മകനാണ് ഈസ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തൊട്ടിലിൽ കിടന്നുകൊണ്ട് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സംസാരിച്ച വ്യക്തിയാണ് ഈ ഈസ, അതായത് ക്രിസ്ത്യാനികൾ പറയുന്ന യേശുക്രിസ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ തന്നെ പഠിച്ചോളൂ, ഞാൻ പറഞ്ഞ് ഇനി പഠിപ്പിക്കുന്നില്ല. എന്തായാലും ശരി. അപ്പോൾ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ തലേ ദിവസം തന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ യാതൊരു കുഴപ്പമില്ല, അവരെല്ലാം വളരെയധികം ഹാപ്പിയാണ്. മോഡിയുടെ ഭരണത്തിന് കീഴിൽ അവർക്കിവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. കേരളത്തിലെ ഒരു മതപണ്ഡിതൻ പറഞ്ഞു. അത് അദ്ദേഹം ഹൃദയത്തിൽ കൈവച്ചതുകൊണ്ട് പറഞ്ഞതാണോ, അത് വെറും വാക്ക് പറഞ്ഞതാണോ എന്ന് നമുക്കറിഞ്ഞില്ല. എന്തായാലും ശരി, ഈ പണ്ഡിതന്മാരെ വിമർശിക്കുന്ന തൽക്കാലം ഞാൻ നിർത്തി വെച്ചിരിക്കും റമളാൻ മാസമായിട്ട്. കാരണം അതിന് പറയേണ്ട വാക്കുകളുണ്ട്, അതിപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്തായാലും ശരി, ആത്മവഞ്ചനയാണ്. ഇന്ത്യയിലെ മോഡി ഭരണത്തിന് കീഴിൽ മുസ്ലിങ്ങൾ സംരക്ഷിതരാണോ? അല്ല, ഒരിക്കലുമല്ല. അതായത് ഇത്രയും വൃത്തികെട്ട ഒരു പ്രധാനമന്ത്രി, ഇത്രയും വർഗീയവാദിയായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 2000-ൽ പരം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ള ഒരൊറ്റ യോഗ്യതയാണ് മോഡിക്ക് പ്രധാനമന്ത്രിയാവാൻ വേണ്ടി RSS കൊടുത്തത്. 2000-ൽ പരം മുസ്ലിങ്ങൾ, അങ്ങനെ എത്രയോ കൂട്ടക്കൊലകളെ വീണ്ടും അവർ കാലെ കൂട്ടി പ്ലാൻ ചെയ്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി, ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. എല്ലാ ടെലിവിഷൻ ചാനലുകളും അത് പ്രക്ഷേപണം ചെയ്തതാണ്, നമ്മളത് കാണണം. അയാൾ പറയാണ്, നിങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറുന്നെങ്കിൽ എല്ലാവർക്കും 5 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷയിലാണെങ്കിൽ നിങ്ങൾ 4 കൊടുക്കാവൂ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ ഇത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളായ RSS BJP-ക്കാർ ഭരിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ? ആടിൻ്റെ മാംസം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. ആ ആടിൻ്റെ മാംസം തൊട്ട അയൽപക്കത്തുള്ള ഈ വർഗീയവാദികളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ മനുഷ്യനെ അടിച്ചു കൊന്ന് എടുത്തുകൊണ്ട് പോയി ഇറച്ചി കൊണ്ടുപോയി, ആ ആടിൻ്റെ ഇറച്ചി കൊണ്ടുപോയി അവർ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ആടിൻ്റെ ഇറച്ചിയാണ്. മരിച്ച തിരിച്ചു വരില്ല. അപ്പോൾ
ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. മുസ്ലിം പേരിൻ്റെ പേരിൽ പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നു. അവരുടെ വേഷത്തിൻ്റെ പേരിലാണ്. കന്യാസ്ത്രീകൾക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. കേരളം വിട്ടു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളായിരുന്നാലും ശരി, ഈ അച്ഛന്മാരായിരുന്നാലും ശരി, അവർ ആ ഡ്രസ്സിൽ പോകാൻ ഇപ്പോൾ ഭയക്കുകയാണ്. കാരണം ഇന്ത്യയിൽ അവർ സുരക്ഷിതരല്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങളൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ ഈ മോഡി ഭരണത്തിന് കീഴിൽ സുരക്ഷിതരല്ല. അവരാളുകളെ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് ഭരണത്തിലിരിക്കുന്നവർ ഒന്നുകിൽ ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിയിലാക്കും, അല്ലെങ്കിൽ അവരുടെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കും. അതാണ് അവരുടെ ഐഡിയ. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പണമായിട്ടായിരുന്നാലും അല്ലാത്തതായിരുന്നാലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ വരുതിയിലാക്കും, അവരുടെ പക്ഷത്ത് ചേർക്കും. അങ്ങനെ എത്രയോ നമ്മൾ കാണുന്നതാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും അവരുടെ കയ്യിൽ കോടികളുണ്ട്, ആവശ്യം പോലെ ആയിരക്കണക്കിന് കോടികളുണ്ട്. രണ്ട് ഗുജറാത്തികൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്ന് ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഭരണം നടക്കുന്നത്. മോഡിയും അമിത്ഷായും ഭരിക്കുന്നു. ആർക്ക് വേണ്ടി? അദാനിക്കും അംബാനിക്കും വേണ്ടി ഭരിക്കുന്നു. അപ്പോൾ ഇന്ത്യ അങ്ങനെ ഭയങ്കരമായി വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ മനുഷ്യന്മാരെ വിഡ്ഢികളാക്കാനൊക്കെ, എന്തെല്ലാം രീതിയിൽ ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ, അതെല്ലാം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ഖത്തറേ മേ ഹേ, ഹിന്ദിയിലാണ് പറയുന്നത്. മോഡി പറയാണ് ഹിന്ദു ഖത്തറേ മേ ഹേ. മോഡി മാത്രമല്ല, ഇന്ത്യ ഭരിക്കുന്ന ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഖത്തറേ മേ ഹേ? അതായത് ഹിന്ദുക്കൾ ആപത്തിലാണ്, അവർ ആപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഹിന്ദു, ഇന്ത്യയുടെ രാജ്യരക്ഷാമന്ത്രി ഹിന്ദു, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഹിന്ദു, ഇന്ത്യയുടെ കരസേനാ മേധാവി ഹിന്ദു, ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവി ഹിന്ദു, ഇന്ത്യയുടെ നേവി കപ്പൽപ്പടയുടെ നേതാവ്, അതായത് ഭരിക്കുന്നതെന്ന് പറയുന്ന ഹിന്ദു, സുപ്രീം കോടതി ജഡ്ജി ഹിന്ദു, സുപ്രീം കോടതി ഇന്ത്യയുടെ പ്രസിഡന്റ് ഹിന്ദു. ഇവരെല്ലാം ഇന്ത്യയിൽ ഭരിച്ചിട്ട് ഹിന്ദു ഖത്തറേ മേ ഹേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവനൊന്നും കഴിവുകെട്ടവന്മാരാണ്. ഈ ഭരിക്കുന്ന ഭരണവർഗം കഴിവുകെട്ടവന്മാരാണ്. ഹിന്ദുക്കളുടെ ഈ രാജ്യത്ത് ഹിന്ദുക്കൾ ഭരിക്കുമ്പോൾ ഹിന്ദു ഖത്തറേ മേ ഹേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോഡിയും സംഘവും കഴിവുകെട്ടവരാണ്. ഇത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയുടെ ലോക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ 20-നും 25-നും ഇടയിൽ ശതമാനം മുസ്ലിങ്ങളുണ്ട്. അതായത് ഏകദേശം 20-നും 25-നും കോടി ഇടയിൽ മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾക്ക് ഈ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മന്ത്രിമാരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നിട്ടും പറയാണ് ഹിന്ദു ഖത്തറേ മേ ഹേ. എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത്? അതായത് എന്ത് വിഡ്ഢിത്തരവും എന്ത് വിദ്വേഷവും ഏത് രീതിയിലുള്ള വെറുപ്പും പ്രചരിപ്പിക്കുക, അധികാരം നിലനിൽക്കുക. അതിനെന്തും പറയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ മോഡി ഇപ്പോൾ നിങ്ങൾക്കറിയാം, പെണ്ണുങ്ങളുമായിട്ട് പല പരിപാടികളും ഉണ്ടായിരുന്നുവെന്നും ഇസ്രയേലിൽ പോയ കാര്യവും ഐലൻഡിൽ പോയ കാര്യവും ഇവിടെ എല്ലാം ചർച്ചാ വിഷയങ്ങളല്ലാതെ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് എല്ലാം ശരിയാണ്. അതായത് ക്ലിൻ്റനെതിരെ പറയുന്നത് ശരി, ട്രംപിനെതിരെ പറയുന്നത് ശരി, അംബാനിക്കെതിരെ പറയുന്നത് ശരി. പക്ഷെ മോഡിക്കെതിരെ പറഞ്ഞാൽ അത് ശരിയല്ല, അത് മാത്രം ശരിയല്ല. എന്തായാലും ശരി, ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. കുറേ നാൾ കുറച്ച് പേരെയും എല്ലാവരെയും കുറച്ച് നാളത്തേക്കും പറ്റിക്കാമെങ്കിൽ എല്ലാവരെയും എല്ലാ നേരത്തേക്കും പറ്റിക്കാമെങ്കിൽ, അതായത് മോഡിയെ പേടിച്ചൊരു സ്ത്രീ, ഇയാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഗുജറാത്തിൽ അമേരിക്കയിലേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഞാനല്ല പറയുന്നത്. സുബ്രഹ്മണ്യ സ്വാമി ആരാണ്? BJPയുടെ MP ആണ്, അയാളാണ് പറയുന്നത്. അപ്പോൾ എത്ര വൃത്തികെട്ട മനുഷ്യനാണ്. സ്വന്തം ഭാര്യയെ പോലും സംരക്ഷിക്കാത്ത മനുഷ്യൻ. അന്യ സ്ത്രീകളുടെ അന്വേഷിച്ച് പോകുമ്പോൾ അയാൾ സ്വന്തം ഭാര്യയെ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് അയാൾ ഇലക്ഷന് പറഞ്ഞത്. അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ കാത്തിരുന്ന് കാണാം. ഇങ്ങനെയുള്ള ഒരു വർഗീയവാദിയെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ മതപണ്ഡിതന്മാർ അള്ളാഹുവിനെ മറക്കുകയാണ്, അള്ളാഹുവിനെ ഭയമില്ലാത്തവരാണ്. എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ജീവിക്കണം. നമ്മുടെ ഈ മത നേതാക്കന്മാർ പറയുന്നത് മാത്രം കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. എല്ലാ സമുദായ ഗ്രന്ഥങ്ങളും എല്ലാ ഹദീസുകളും എല്ലാം തുറന്ന പുസ്തകമാണ്. എല്ലാവർക്കും എല്ലാം കിട്ടും. പറയുമ്പോൾ അന്തസ്സോടെ അഭിമാനത്തോടെ നമ്മൾ പറയണം, സത്യം പറയണം. ആരെ നമ്മൾ ഭയക്കണം? അള്ളാഹുവിനെ അല്ല, വേറെ ആരെ ഭയക്കേണ്ട കാര്യം? അതിൻ്റെ ആവശ്യമുണ്ടാകും? അതിൻ്റെ ആവശ്യമില്ല, യാതൊരു കാരണവശാലും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ മതപണ്ഡിതന്മാർ പറഞ്ഞാൽ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല.
അള്ളാഹു പുറത്തു കൊടുക്കും, ആർക്കും എന്തും പുറത്തു കൊടുക്കും, എന്തെല്ലാം പാവങ്ങൾ ചെയ്താലും പുറത്തു കൊടുക്കും. പക്ഷേ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ ഗവൺമെൻറ്റോ ഇവിടുത്തെ സുപ്രീം കോടതിയോ ഇവിടുത്തെ നിയമസംഹിതയോ ആർക്കും ഒന്നും പുറത്തു കൊടുക്കില്ല. നമ്മളത് മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ അതുപോലെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് മുസ്ലിം സമൂഹത്തോട്, കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് നടത്താനുള്ളത്, പണം ആവശ്യം പോലെ കുന്നുകൂടുന്നുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ. നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കണം. അതുപോലെ നിങ്ങൾ കല്യാണ ആഘോഷം നടത്തുമ്പോൾ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് തുള്ളിക്കരുത്. അള്ളാഹു വെറുക്കുന്നതാണ്. അതായത് ഒരു നല്ല കാര്യമാണ് അവിടെ നിക്കാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ മരണം വരെ ഒന്നിച്ച് ജീവിച്ച് കുടുംബമായിട്ട് കഴിഞ്ഞ് നല്ല കുട്ടികൾ ഉണ്ടാവരുണ്ടവരാണ്. ആ കല്യാണ സദസ്സിൽ നിങ്ങൾ ഈ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് തുള്ളിക്കരുത്. അവരുടെ മാറും അവരുടെ ചന്തിയും കുലുക്കി ഒരുപാട്, എന്നിട്ടത് സോഷ്യൽ മീഡിയകളിൽ അത് പ്രചരിപ്പിക്കുന്നു. ഇത് ആരെ കാണിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഭയമുള്ളവരാണ് ഇസ്ലാമിന്? അങ്ങനെയുള്ള കല്യാണങ്ങൾക്ക് ഈ മഹല്ലുകൾ തയ്യാറാകരുത്. അതിന് നിർബന്ധമായിട്ടും വെറുക്കണം, അതിന് വെറുപ്പിക്കണം. ഈ സമസ്ത പോലുള്ള സംഘടനകൾ അതിനെതിരെ പ്രസ്താവന ഇറക്കണം. എല്ലാ പള്ളികൾക്കും നിർദ്ദേശം കൊടുക്കണം. യാതൊരു കാരണവശാലും പെണ്ണുങ്ങളെ ചാടിക്കുന്ന പരിപാടി എവിടെയും പാടില്ല. അവരവരുടേതായത് ആ പാട്ടും ഡാൻസും ചാടലും ഒന്നും ഇസ്ലാമിലുള്ളതല്ല. അത് വേണ്ട. അതില്ലാതെയും കല്യാണം നടക്കും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം. നിങ്ങൾ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ആഹാരം കൊടുക്കുന്നത്, അതുപോലെ അനാവശ്യമായ ആഹാരം പാചകം ചെയ്ത് വെറുതെ വേസ്റ്റിക്കൊണ്ട് തള്ളുന്ന പരിപാടി നിങ്ങൾ ഇല്ലാതാക്കണം. അള്ളാഹുവിൻ്റെ വെറുപ്പും വിദ്വേഷവും, അള്ളാഹുവിൻ്റെ ആപത്ത്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും അങ്ങനെയൊക്കെ ചെയ്താൽ. അതുകൊണ്ട് എല്ലാവരും കരുതി, അതായത് ഈ റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസത്തിലെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം. എല്ലാ പള്ളികളിലും നിങ്ങളെല്ലാം ഇത് ചെയ്യണം. എല്ലാവരെയും ഉണർത്തണം. നമ്മൾ യാതൊരു കാരണവശാലും ഈ വിവാഹ ആഘോഷങ്ങളിൽ അനാവശ്യമായ ഈ ഡാൻസും പാട്ടും നമ്മൾ പാടില്ല. അത് നിർബന്ധമായിട്ട് എതിർക്കപ്പെടണം. അത് സുന്നിയാവട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാവട്ടെ, പിന്നെ മുജാഹിദാവട്ടെ, ആരും അവരൊന്നും അതിന് പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ഞാൻ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടു പെണ്ണുങ്ങൾ കിടന്ന് തുള്ളുന്നത്, ടൈറ്റായ വസ്ത്രങ്ങളും ധരിച്ച് അവരുടെ മാർഡങ്ങളും അവരുടെ ചന്തിയും ഒക്കെ ഇട്ട് കുലുക്കുന്നത് ആരെ കാണിക്കാനാണ്? അതൊക്കെ വൃത്തികേടല്ലേ? പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവും ആ കല്യാണ സദസ്സിലെ ആ കല്യാണ ദമ്പതികൾക്ക്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചും കണ്ടും സൂക്ഷ്മതയോടുകൂടി ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.